ഇപ്പം ഇവിടെ സമയം വൈകിട്ട് 2 മണിയാണ്. വൈകിട്ട് 2 മണി എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല. ഉച്ച കഴിഞ്ഞ് 2 മണിയാണ്. നല്ല മഴയുള്ള വലിയ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. ഒരു ചെറിയ സ്റ്റുഡിയോ റൂമിൽ ബാൽക്കണിയുടെ ഫ്രണ്ടിൽ എൻ്റെ ഓഫീസ് സെറ്റപ്പിൽ ഇരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന രണ്ടാമത്തെ പോഡ്കാസ്റ്റാണിത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ പോഡ്കാസ്റ്റ് ഭയങ്കര എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്തതോ റെപ്പറ്റേഷൻ ഒന്നും ഇല്ലാത്തതോ ആയ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കത്തില്ല. ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തിരുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ വരാവുന്ന എല്ലാ മിസ്റ്റേക്സും ഇതിലും കാണും. ഞാൻ കുറേ നോക്കി ഭയങ്കര എഡിറ്റ് ചെയ്ത് ഭയങ്കര എന്താ പറയുക, പോസ് ഒന്നും ഇല്ലാതെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന പോലെ റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ എനിക്കെന്തോ അത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നു. മേ ബി ഞാൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. മേ ബി എനിക്ക് ഈ സ്റ്റൈലായിരിക്കാം കുറച്ചുകൂടെ പറ്റുന്നത്, എനിക്കറിയത്തില്ല. സോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഇവിടൊക്കെ, അതായത് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി ലൈറ്റ്സും ഡെക്കോറും ആ സമയത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന ചെറിയ ചെറിയ കടകളും സ്റ്റോൾസും ഒക്കെ ഉണ്ട്. അതൊക്കെ കാരണം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അത്. ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ള മാസങ്ങളാണ് ഈ ഒക്ടോബർ തൊട്ട്. കാരണം ഇവിടുത്തെ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തെ ഒരു പ്രതീതിയാവും. മൊത്തം ഇരുട്ടും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവര് സ്ട്രീറ്റ്സ് ഒക്കെ ഇത്രയും കളർഫുൾ ആക്കുന്നത് കൊണ്ടും ഇത്രയും ഭംഗിയാക്കുന്നത് കൊണ്ടും ആ സമയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ചെലവാക്കുന്ന സമയം ഒക്കെ. പുറത്ത് ഈ ന്യൂ ഇയർ വൈബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു ബർത്ത്ഡേ വൈബ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ചയിലാണ് എൻ്റെ ബർത്ത്ഡേ. അതായത് ന്യൂ ഇയർ അങ്ങോട്ട് തുടങ്ങുകയും എനിക്കൊരു വയസ്സ് കൂടുകയും ചെയ്യുന്നത് ഒരുമിച്ചാണ് ഏതാണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന്. കാരണം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് ജീവിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായി അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ എന്നോട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ ജോബ് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിൽ ഏജ് സെലക്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അന്നേരമൊക്കെ എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാതെ ഏജ് പറയുക അല്ലെ ഏജ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ എൻ്റെ 25ാമത്തെ ബർത്ത്ഡേ ആയിരിക്കും എനിക്ക് കണ്ണും പൂട്ടി എനിക്ക് 25 വയസ്സായെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും വളരെയധികം ഞെട്ടലോടെ ഞാൻ ഞെട്ടലോടെ ഒരു കാര്യമാണ് അടുത്ത വർഷം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് 29 വയസ്സാകുമെന്ന്. എന്തൊക്കെയോ ഒരു ഞെട്ടലും ടെൻഷനും എന്തുകൊണ്ടോ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 29 വയസ്സോ എനിക്കോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു. കുറച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് മാത്രമല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സിനും അടുത്ത വർഷം 29 വയസ്സാകുമല്ലോ. എന്താ പറയാ, കൂട്ടിന് കുറച്ച് ആൾക്കാരുള്ളപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഗൈസ്, അടുത്ത വർഷം നിങ്ങൾക്കും 29 വയസ്സാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ഉള്ള അത്രയും പേടി അവർക്കുണ്ടോ എന്നെനിക്ക് തോന്നി. അല്ലെങ്കിൽ അവർക്ക് അത്രയും പേടി ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. അതിന്റെ മെയിൻ റീസൺ അവരുടെ ആരുടെയും ബർത്ത്ഡേ ഈ പറഞ്ഞ പോലെ ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ അല്ല. അപ്പം കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവർക്ക് ഇനിയും പേടിക്കാൻ സമയമുണ്ട്. ഇങ്ങനെ പലരോടും പറഞ്ഞും സംസാരിച്ചും ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ 29ന്റെ പേടിയും ഞാനും തമ്മിൽ കുറച്ച് യൂസ്ഡ് ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ടെൻഷൻ, ഇങ്ങനൊരു പേടിയൊക്കെ വരുന്നതെന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു.
ഒന്നാമതായിട്ട് നമ്മളൊരു 22, 23 ഒക്കെ ആകുമ്പോൾ, അതായത് 22, 23 വയസ്സൊക്കെ ആകുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ കുറെയൊക്കെ പ്ലാൻ ചെയ്യും. കാരണം ആ സമയത്ത് നമ്മൾ പലരും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോ പഠിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അടുത്തത് എന്ത് പഠിക്കണം, ഇനിയിപ്പോ ജോലി കിട്ടിയ ആദ്യത്തെ സാലറി എന്ത് ചെയ്യണം, വീട്ടിലുള്ളവർക്ക് എന്ത് മേടിച്ചു കൊടുക്കണം, എവിടൊക്കെ ട്രാവൽ ചെയ്യണം, ഒരു ലവർ ഉണ്ടെങ്കിൽ അതെങ്ങനെ കല്യാണം വരെ എത്തിക്കണം, കല്യാണം എപ്പോ, കുട്ടികളെപ്പോ, വീടെപ്പോ, കാറെപ്പോ, അങ്ങനെ അങ്ങനെ കുറെ റഫ് പ്ലാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഇതില് എല്ലാം ഒന്നും എല്ലാവർക്കും ഇല്ലെങ്കിലും ചില പ്ലാനൊക്കെ എന്തായാലും എല്ലാവരുടെ മനസ്സിലും വന്നു പോയിട്ടുണ്ടാകും. ഈ പറഞ്ഞ പ്ലാൻ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 30 വരെ അല്ലെങ്കിൽ 30-നുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞായിരിക്കും. അത് നമ്മുടെ മാത്രം ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ ആ പ്രായത്തില് അല്ലെങ്കിൽ അതിലും ചെറുപ്പത്തില് നമ്മൾ കണ്ടിട്ടുള്ള 30-ലുള്ളവർ പലരും അതിനോടകം സെറ്റിലായി എന്ന് നമുക്ക് തോന്നുന്നവരായിരിക്കും. അതായത് അവരുടെ ഒരു കരിയർ വൈസ് അവർ സെറ്റിൽ ആയിട്ടുണ്ടാവും, ഫാമിലി വൈസ് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വൈസ് അവർക്ക് നമ്മൾക്ക് വേണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർക്ക് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും 30-നുള്ളിൽ സെറ്റിലായെന്ന് നമുക്ക് തോന്നുന്നവരായിരിക്കും. അപ്പൊ നമ്മളും വിചാരിക്കുന്ന നമ്മുടെ 20-കളിലെ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഈ 30-കൾക്കുള്ളിൽ നമുക്ക് കിട്ടുമെന്നാണ്, അല്ലെ അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിലും എവിടൊക്കെയോ അറിഞ്ഞോ അറിയാതെയും ഈ 30-ഉം സെറ്റിൽമെന്റും തമ്മിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ ഒന്ന് ആലോചിച്ച എല്ലാത്തിനും ഉള്ള ഉത്തരം 30-നുള്ളിൽ കിട്ടുക എന്ന് പറയുന്നത് കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ചിലർക്ക് ചിലത് സെറ്റായിട്ടുണ്ടാകും, ചിലർക്ക് ചിലതൊന്നും സെറ്റിൽ ആയിട്ടുണ്ടാവത്തില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ 20-കളിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കുറച്ച് വർഷം എന്തായാലും വേണം. അങ്ങനെ നമ്മൾ പലതും എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു വഴിക്കാകുമ്പോൾ ഏതാണ്ട് ഈ പ്രായമൊക്കെ ആകും. ഇപ്പോ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ 23-ാം വയസ്സിൽ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എനിക്ക് നടത്തിയെടുക്കാൻ ഏതാണ്ട് 5 കൊല്ലം വേണ്ടി വന്നു. അതായത് 23-ാം വയസ്സിൽ ഞാൻ വേണമെന്ന് വിചാരിച്ച ഒരു കാര്യം എനിക്ക് കിട്ടുന്നത് 27-ാം വയസ്സിലാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 23-ാം വയസ്സിലെ എൻ്റെ സ്വപ്നങ്ങളാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ സ്വപ്നങ്ങളും മാറിയില്ലെങ്കിലും ഈ 6-7 വർഷത്തിനോടകം നമുക്ക് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാകും. പലതും നമ്മൾ പുതിയതായി പഠിച്ചിട്ടുണ്ടാകും, പല പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും, പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മറക്കാൻ നോക്കും, നമ്മളുടെ പ്രയോറിറ്റീസ് മാറും, നമ്മളുടെ വാല്യൂസ് മാറും, നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് മാറും, അങ്ങനെ പലതും മാറിയിട്ടുണ്ടാകും. അതിനർത്ഥം അന്ന് ലൈഫിൽ വേണ്ട പലതും ഇന്ന് എനിക്ക് ലൈഫിൽ വേണ്ട എന്നല്ല. അതിൽ പലതും ഇന്നും നമുക്ക് ആവശ്യമാണ്, ഇന്നും നമുക്ക് അത്യാവശ്യവുമാണ്. പക്ഷെ അതിനോടൊപ്പം വേറെ പല ആവശ്യങ്ങളും നമുക്ക് വന്നു ചേരും. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, അന്നത്തെ നമ്മൾ പലരുടെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷെ കരിയർ ആകാം, അല്ലെങ്കിൽ പഠിത്തമാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളതാകാം, അങ്ങനെ പലതും ആയിരിക്കാം. പക്ഷെ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് ആകാം, നമ്മുടെ മനസമാധാനം ആകാം, നമ്മുടെ ഹാപ്പിനെസ് ആകാം. അന്ന് നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക ഒരു പക്ഷെ നമ്മളുടെ ചുറ്റുമുള്ള മറ്റു പലർക്കും വേണ്ടിയിട്ടാകും. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളായിരിക്കാം. അന്നത്തെ ഞാൻ രാവിലെ എണ്ണീറ്റ് പല്ല് തേക്കുമ്പോൾ അത് സമാധാനത്തോടെ ചെയ്ത്
അടുത്ത ചായ കുടിക്കുന്നത് വളരെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുമ്പോൾ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ സമയം മാറ്റിവെച്ച് ആ ആൾക്ക് വേണ്ട സമയം കൊടുക്കാൻ പറ്റണം എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. ഇഷ്ടമുള്ള ഭക്ഷണം മുമ്പിൽ ഇരിക്കുമ്പോൾ അത് ആസ്വദിക്കാതെ അടുത്ത് നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആഴ്ചയിൽ 5 ദിവസവും അങ്ങനെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നതെന്ന് അന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. അന്നത്തെ നമ്മൾ പലരും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇന്ന് എനിക്ക് അങ്ങനെ ഓടാൻ താല്പര്യമില്ല. നടന്നു പോയാൽ മതി. ചുറ്റുമുള്ളതൊക്കെ കണ്ടും അറിഞ്ഞും സമയമെടുത്ത് ആസ്വദിച്ചും പയ്യെ ഞാൻ വിചാരിക്കുന്നിടത്ത് എത്തിയാൽ മതി. ഡെസ്റ്റിനേഷൻ മാത്രമല്ലല്ലോ, അവിടേക്കുള്ള ഒരു ജേർണിയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഏർലി 20s നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും പല കാര്യങ്ങളിലും. പക്ഷെ ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ 30s ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. അല്ലെങ്കിൽ 20കളിൽ നമുക്ക് ഉണ്ടായതിനേക്കാളും ഉറപ്പായിട്ടും കുറച്ചും കൂടെ ഒരു റിയലൈസേഷൻ നമുക്ക് നമ്മളെ പറ്റി ഉണ്ടായിരിക്കും. നമ്മളുടെ ഇഷ്ടങ്ങളെ പറ്റി, ഇഷ്ടക്കേടുകളെ പറ്റി, പേടികളെ പറ്റി, നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റി, എന്താണ് നമ്മുടെ വീക്ക്നെസ്, അങ്ങനെ നമ്മളെ പറ്റി തന്നെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മളെ പറ്റി റിയലൈസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ കുറച്ച് പാടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശ്രമവും അതിനെ തുടർന്നുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും എല്ലാം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഏർലി 20s നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും പല കാര്യങ്ങളിലും. ഒരു പക്ഷെ അന്ന് നമ്മൾ പലരും ഒന്ന് ഉറക്കം മാറ്റി വെച്ചിട്ടാണെങ്കിലും മാസങ്ങളോളം നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനും, അങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഒരുപക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഹെൽത്ത് വലിയ കുഴപ്പമില്ലാതൊക്കെ ആണെങ്കിലും മുമ്പോട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നമ്മളിൽ പലരും, അല്ലെങ്കിൽ ഇന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ഉറക്കമെല്ലാം മാറ്റി വെച്ച് മാസങ്ങളോളം എന്തിനെങ്കിലും വേണ്ടി പണിയെടുക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവുക എൻ്റെ ഹെൽത്ത് ആയിരിക്കും. എൻ്റെ ബോഡി നല്ലതായിട്ട് അതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ സമയമെടുത്ത് എൻ്റെ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ ബാക്കി എന്തും ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഹാപ്പിനെസ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണിപ്പോൾ. എൻ്റെ ഒരു മെൻ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പണ്ടത്തെക്കാളും. അങ്ങനെ പലതും എനിക്ക് തോന്നുന്നു 20കളുടെ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല നമ്മൾ 30കളിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. സത്യമാണോന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു ലേറ്റ് 20s അല്ലെ 30s നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റി, ഇഷ്ടക്കേടുകളെ പറ്റി, പേടികളെ പറ്റി, നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റി, എന്താണ് നമ്മുടെ വീക്ക്നെസ്, അങ്ങനെ നമ്മളെ പറ്റി തന്നെ നമുക്കൊരു വ്യക്തമായ ഐഡിയ ഉണ്ടാകും. നമ്മൾ നമ്മളെ പറ്റി റിയലൈസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങള് എല്ലാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റണം എന്നില്ല. ചിലത് നമുക്ക് കുറച്ച് ടഫായിരിക്കാം. ചിലത് നമുക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരിക്കാം. ഓ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്ന ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശ്രമവും പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും എല്ലാം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്താണേലും ഈ പോഡ്കാസ്റ്റ് ആരേലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം എത്രയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ പേടികളോ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഏതേലും ഒക്കെ പ്രായത്തിൽ ഡെഫിനറ്റ് ആയിട്ടും തോന്നുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ലൈക്ക് ദാറ്റ്.
embrace it, and let's live with it in a more beautiful way.